guys, welcome to our channel or welcome back to our channel. I hope you guys are doing well and staying safe. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡേ ആണെങ്കിൽ ഒരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അണ്ടർ ആം ഡാർക്ക്നെസ് ഓർഡറൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ് അണ്ടർ ആം ഡാർക്ക്നെസ് വരാൻ ഉള്ളൊരു റീസൺ ഹോർമോണൽ ചേഞ്ചസ് കാരണവും വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അതല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു റീസണാണ്. ഷേവ് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർ ആം ഡാർക്ക്നെസ് നന്നായിട്ട് വരും. സോ ഷേവ് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ മാക്സിമം വാക്സ് ചെയ്യാൻ ശ്രമിക്കുക. വാക്സ് ചെയ്യുമ്പോൾ കുറച്ച് പെയിൻ കാണും, എന്നാലും വാക്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം വാക്സ് ചെയ്ത സമയത്താണെങ്കിൽ പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. ഷേവ് ചെയ്ത സമയത്താണെങ്കിൽ നമ്മൾ ഷേവ് ചെയ്ത് കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ഹെയർ ഗ്രോത്ത് പിന്നെയും വരും. സോ വാക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അല്ലാത്ത സ്പ്രേ അടിച്ചിട്ട് ജസ്റ്റ് തുടച്ച് അങ്ങനെ ഹെയർ റിമൂവ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം അങ്ങനെയുള്ള പ്രോഡക്ട്സിൽ നന്നായിട്ട് കെമിക്കൽസ് ഉണ്ടാവും. അത്രയും കെമിക്കൽസ് ഒന്നും നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. സോ അത് മാക്സിമം ഒഴിവാക്കുക. കാരണം എളുപ്പമാണ്, സംഭവം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അതിനകത്ത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുമായിരിക്കും നല്ലോണം കെമിക്കൽസ് ഉണ്ട്. സോ അതൊന്ന് ഒഴിവാക്കുക കേട്ടോ. വാക്സിനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഷേവ് ചെയ്യുമ്പോൾ ഡാർക്ക് ആവുക എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം അത് ഒഴിവാക്കുക കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യമാണ് നമുക്കിനി എങ്ങനെ അണ്ടർ ആം ഡാർക്ക്നെസ് മാറ്റാമെന്നുള്ളത്. അത് നമ്മൾ ഡെർമാഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ് സ്പ്രേ ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അത് പർപ്പിളിൽ അവൈലബിൾ ആണ്. 235 ആ ഒരു റേഞ്ചിൽ സംഭവം കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അത് അടിപൊളി സാധനമാണ്. നമ്മുടെ അണ്ടർ ആമിലെയും കൈമുട്ടിലെയും അതേപോലെ നെക്കിൻ്റെ എല്ലാ ഒരു ഡിസ്കളറേഷൻ മാറ്റാൻ അത് അടിപൊളിയായിട്ട് സഹായിക്കും കേട്ടോ. സോ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കറക്റ്റായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. അത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യമാണ് നമുക്ക് സ്വെറ്റ്, അതായത് ഓർഡർ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ഓർഡർ കാരണം എന്തോ ചെയ്യും എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ റോൾ ഓൺ യൂസ് ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ റോൾ ഓൺ യൂസ് ചെയ്യുന്ന സമയത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റോൾ ഓൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വെറ്റ് കൺട്രോൾ ആക്കി നിർത്തുക, പുറത്ത് വരാണ്ട് കൺട്രോൾ ആക്കി നിർത്തുക. അങ്ങനെ ഒരിക്കലും ചെയ്യൽ. സ്വെറ്റ് ആണെങ്കിൽ നമുക്ക് പുറത്ത് വരേണ്ട സംഭവമാണ്, പക്ഷേ അത് നമ്മൾ കൺട്രോൾ ആക്കി നിർത്തരുത്. റോൾ ഓൺ യൂസ് ചെയ്യാണ്ട് മാക്സിമം കുറയ്ക്കുക കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സിറോണയുടെ അണ്ടർ ആം സ്റ്റിച്ച് പാഡ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് വരുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരുന്ന ഒരു 2 എണ്ണം ഉണ്ട്. അത് മൊത്തത്തിൽ വരുന്ന 6 പാഡ്സ് ആണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ 12 hours കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം 2 എണ്ണം നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ 2 തവണ മാറ്റാം. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ സ്വെറ്റ് ഇതിലോട്ട് അബ്സോർബ് ആവും. സ്വെറ്റ് പുറത്തും വരും, പക്ഷെ നമ്മുടെ ഡ്രസ്സിലും ആവത്തില്ല. അത് കാരണം നമുക്കൊരു ഓർഡർ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഇത് അടിപൊളി സാധനം. സ്വെറ്റ് കാരണം പ്രശ്നമുള്ള ആർക്കും ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് മേടിച്ച് യൂസ് ആക്കാം. ഇത് ആമസോണിലും അല്ല സിറോണയുടെ ഒഫീഷ്യൽ ആപ്പിലും എല്ലാം അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 185 രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ഡ്രസ്സിൽ വേണം കേട്ടോ ഒട്ടിക്കാൻ, അല്ലാണ്ട് നമ്മുടെ സ്കിന്നിൽ, അതായത് അണ്ടർ ആമിൽ ഒട്ടിക്കരുത്, ഡ്രസ്സിൽ ഒട്ടിക്കാവും. പിന്നെ നമ്മൾ ഇത് ഒട്ടിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ പാടില്ല. ഇത് ഒരു അടിപൊളി സാധനം. നമ്മൾ സ്വെറ്റൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളിയാണ്. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണേലും യൂസ് ചെയ്യാം. അതല്ല ഇനി ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ സ്വെറ്റ് കാരണം ഞാൻ എങ്ങനെ ആ ഡ്രസ്സ് ഇട്ടും എന്നൊക്കെ വിചാരിക്കുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളി സംഭവം കേട്ടോ. നമുക്ക് എന്താണെങ്കിലും യൂസ് ചെയ്ത് നോക്കാം. പിന്നുള്ളൊരു കാര്യമാണ്, നമ്മൾ ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ അണ്ടർആമിൽ മേടിച്ച് യൂസ് ആക്കാണ്ടിരിക്കണം. ഓക്കെ, നമ്മുടെ അണ്ടർആമിൽ അത് യൂസ് ചെയ്യുമ്പോൾ വേറെ കുറേ പ്രോബ്ലംസ് വരും. നമുക്ക് ഇച്ചിങ്, ഇറിറ്റേഷൻ അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് വരും. നിങ്ങൾ ഈ ഒരു പാഡ് യൂസ് ചെയ്ത് നോക്കും കേട്ടോ. ഇതാണെങ്കിൽ നമ്മൾ ഇച്ചിങ് അങ്ങനെയുള്ള നമുക്ക് സ്വെറ്റ് വരുമെന്ന് തന്നെ നമുക്കറിയത്തില്ല. അത് അതിലോട്ട് അബ്സോർബ് ആവും. അത് അതിൽ നിന്ന് ഒരു സ്റ്റെയിനോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. സോ നിങ്ങൾ അത് മേടിച്ച് യൂസ് ആക്കി നിങ്ങൾക്ക് എന്തെങ്കിലും
യൂസ് ആക്കിയേ പറ്റുമെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് യൂസ് ആക്കുക. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. സിറോണയുടെ മാത്രമല്ല വേറെ കുറേ ബ്രാൻഡ്സിൻ്റെ ഈ അണ്ടർആം സ്വെറ്റ് പാഡ്സ് അവൈലബിൾ ആണ്. ഞാൻ സിറോണയുടെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്താൽ നോക്കാം കേട്ടോ. പിന്നെ ഹാർഷായിട്ടുള്ളൊരു കെമിക്കൽ പ്രോഡക്റ്റ്സ്, അതായത് ക്രീംസ് അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. അല്ലാണ്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ഓരോന്ന് യൂസ് ആക്കുമല്ലോ, അതൊന്നും അണ്ടർആമിലോട്ട് യൂസ് ആക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങൾ പ്രോഡക്റ്റ്സ് യൂസ് ആക്കട്ടോ. അല്ലെങ്കിൽ ഈ ഡാമാഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർആം സ്പ്രേ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഡാർക്ക്നെസ് ആണെങ്കിലും എല്ലാം പോകും ഗൈസ്. അല്ലെങ്കിൽ സിറോണയുടെ അണ്ടർആം സ്വെറ്റ് പാഡ്സ് യൂസ് ചെയ്യുക കേട്ടോ. ഇത് രണ്ടും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. അല്ലാണ്ട് വേറെ ഒരു കാര്യവും നിങ്ങൾ യൂസ് ചെയ്യാണ്ട് മാക്സിമം ഇരിക്കുക കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.